أعوذ بالله السميع العليم من الشيطان الرجيم لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിധികൾ പാലിച്ചും വിലക്കുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടകന്നും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ നാളുകൾ കഴിയുമ്പോഴും ഫിത്നകൾ ധാരാളമായി വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരശതം ഹദീസുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഫിത്നയെക്കുറിച്ചും മാത്രം പരാമർശിക്കുന്ന സ്വതന്ത്രമായ അധ്യായങ്ങൾ കാണാം. അതിലൂടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഫിത്നയുടെ പ്രഹരം, അതിന്റെ അടി ഏൽക്കാതെ, ഈമാനിന് പരിക്കേൽക്കാതെ, നമ്മുടെ വിശ്വാസം അതിന് തകരാറുകൾ സംഭവിക്കാതെ ഏറെ കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ടു പോകണം എന്ന പാഠമാണ്. പൂർവകാല സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള കുഴപ്പങ്ങളെ സംബന്ധിച്ചും ഈ ഉമ്മത്തിൽ പ്രത്യേകമായി സംഭവിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ചുമെല്ലാം വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന പല വിധത്തിലുള്ള വാർത്തകൾ ദിനപത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ കൊലപാതകത്തെ സംബന്ധിച്ചും കവർച്ചകളെ സംബന്ധിച്ചുമൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നാം ആദ്യമൊക്കെ അതിൽ അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുമെങ്കിലും പിന്നീട് അതൊക്കെ ഇല്ലാതെയാകും. കാരണം അത് ഒരു പതിവ് പോലെ, ഒരു സ്ഥിരം കർമ്മങ്ങൾ പോലെയായി അത് മാറുമ്പോൾ മനുഷ്യനതിൽ പിന്നെ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല. ആശ്ചര്യമോ ഉത്കണ്ഠയോ അതിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് മാത്രമുള്ള ഫിത്നകളുടെ വ്യാപനം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ കരങ്ങളാൽ കൊല്ലപ്പെടും? ഒരു പിതാവ് മകന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുമോ? തന്റെ ഘാതകൻ തന്റെ മകനാകുമോ എന്നൊരു പിതാവിന് അങ്ങനെ ആകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. തന്നെ പോറ്റി വളർത്തിയ, തനിക്കമ്മിഞ്ഞപ്പാല് തന്ന തന്റെ മാതാവ്, ആ മാതാവിന്റെ ഘാതകൻ മകനായി മാറുന്ന സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരന്തര വാർത്തകളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പത്രവാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പത്രവാർത്തകൾ ഇവിടെ ആവർത്തിക്കുക എന്നതല്ല എന്റെ ഉദ്ദേശം.
മറിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി എന്ത് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ദീനിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുക മാത്രമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് അവന്റെ ഈമാൻ വളരും, അത് ഉയരും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേപോലെ, നബി പറഞ്ഞ അതേ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുലർന്നു കാണുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള, അള്ളാഹുവിലുള്ള, അന്ത്യനാളിലുള്ള നമ്മുടെ വിശ്വാസത്തിന് ബലം കൂടും. നബി പറഞ്ഞത് നമ്മൾ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. നബി തന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്ന ആളല്ല എന്ന് കൃത്യമായി നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലയഅതിയന്ന അലന്നാസി സമാൻ ലാ യദ്രി അൽ ഖാതിലു ഫീ അയ്യി ഷൈഇൻ ഖതൽ വലാ യദ്രി അൽ മഖ്തൂലു ഫീ അയ്യി ഷൈഇൻ ഖുതിൽ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുകയാണ്, ഒരു കാലം വരും, അന്ന് കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ കൊല്ലുന്നത്, ഞാൻ എന്തിനാ അയാളെ കൊന്നത്, അയാൾക്കെന്നെ അറിയില്ല. അങ്ങനെ ഒരു കാലം വരും. വലാ യദ്രിയൽ മഖ്തൂലു ഫീ അയ്യി ഷൈഇൻ ഖുതിൽ. കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നത്, എന്തിനാണ് അയാൾ എന്നെ കൊല്ലുന്നത് എന്നവനും അറിയില്ല, ഘാതകനും അറിയില്ല, ഘാതുകനും അറിയില്ല എന്തിനാണ് ഞാൻ ഈ മനുഷ്യനെ കൊല്ലുന്നത്, എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ഈ നിരപരാധിയെ കൊല്ലുന്നത് എന്ന് ഘാതകൻ അറിയുന്നില്ല, എന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെടുന്നത് എന്ന് ഈ കൊല്ലപ്പെടുന്ന വ്യക്തിക്കും അറിയാത്ത വിധം ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്ക് അക്ഷരാർത്ഥത്തിലൂടെ പുലർന്ന് കാണുന്നു നമ്മൾ. 2.5 വയസ്സായ ഒരു കുഞ്ഞിനെ കിണറ്റിലെറിയുമ്പോൾ ആ കുഞ്ഞിനറിയുമോ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ക്രൂരമായി കൊല്ലപ്പെടുന്നത് എന്ന് ചിന്തിക്കാനുള്ള പ്രായം പോലും ആകാത്ത, കാലിന്റെ ചുവപ്പ് പോലും മായാത്ത കുഞ്ഞാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. തന്റെ തന്നിഷ്ടങ്ങൾക്കും വഴിവിട്ട ജീവിതത്തിനും തടസ്സമായി നിൽക്കുന്നത് ഒരു കൈക്കുഞ്ഞാണെങ്കിൽ പോലും അതിനെ വകവരുത്തുക. ആ വിധത്തിൽ മനുഷ്യ മനസ്സ് ശിലാഹൃദയം എന്ന് പറയാൻ പറ്റുന്ന ആ രീതിയിലുള്ള പ്രയോഗമാണ് ഭാഷയിൽ ലഭ്യമായതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന്റെയൊക്കെ അപ്പുറമാണ് ഈ മനുഷ്യൻ. ഇത്തരം മനുഷ്യരുടെ മനസ്സിന്റെ ഭീകരത അതിന്റെയും അപ്പുറമാണ്. കല്ലിന് വെല്ലുന്ന ഹൃദയം എന്ന് പറയാവുന്നതിന്റെ മീതെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കല്ലിൽ പോലും ചിലത് അള്ളാഹുവിനെ ഭയപ്പെടാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അക്കാര്യം ഓർമ്മപ്പെടുത്തി. എന്നാൽ അതിനെപ്പോലും പിന്നിലാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ വിശ്വാസി ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം, അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന കർമ്മങ്ങളിൽ വ്യാപൃതനാകണം. അവൻ അക്കാര്യം ഏറെ ശ്രദ്ധിക്കണം. ആ പാപങ്ങളുടെ പ്രകരമേൽക്കാതെയും അതിലെ ഒരു പങ്കാളിയാകാതെയും അവന് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസം അവനിൽ ഉണ്ടാകണം. അത് രൂഢമൂലകമാണ്. നല്ല വേരുള്ള, ആഴത്തിൽ വേരുള്ള വിശ്വാസം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ കഥകൾ പറയുന്നുണ്ട്. ഖാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം പരാമർശിക്കവേ ഖുർആൻ പറഞ്ഞു, ഖാബീൽ എന്ന് പറയുന്ന സഹോദരൻ ഹാബീലിനെ വധിക്കുകയാണ്.
ഹാബീലിന് നേരെ തന്നെ കൊല്ലാൻ കൈനീട്ടുന്ന തന്റെ സഹോദരനായ ഖാബീലിനോട് പറയുന്നത്, നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടിയാലും നിന്നെ വധിക്കാൻ ഞാൻ കൈനീട്ടില്ല. എന്തുകൊണ്ട്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമാണ് ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത്. അത് മാത്രമാണ് മനുഷ്യനെ തിന്മയിൽ നിന്ന് പിറകോട്ട് വലിക്കുവാനുള്ള ശക്തി എന്ന് പറയുന്നത്. അത് മാത്രമേ പരിഹാരമുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസവും അവനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ ഭയവും, ഈ ഭയം നമ്മുടെ മനസ്സിൽ വേണ്ട അളവിൽ ഇല്ലാതെ പോകുമ്പോൾ മനുഷ്യൻ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അത്തരം കാര്യങ്ങൾ അവൻ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ പറഞ്ഞു, ഫിത്നകൾ ധാരാളമായി വർദ്ധിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ റസൂൽ പറഞ്ഞു, അത്തരം കാലങ്ങളിൽ, അത്തരം സന്ദർഭങ്ങളിൽ നീ ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളിൽ ഏറ്റവും ഉത്തമനായ ആളെ പോലെയാകണം. അഥവാ നീ ഖാബീലാകരുത്, നീ ഹാബീലായി മാറിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം ഫിത്നകൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നമ്മുടെ ഇബാദത്തുകൾ സജീവമാക്കുക എന്നതാണ്. അതും ഈ ഫിത്നയെ കുറിച്ചുള്ള ഹദീസുകൾ പരാമർശിക്കുന്ന കൂട്ടത്തിൽ റസൂൽ പറഞ്ഞതാണ്, ഫിത്നകൾ വർദ്ധിക്കുമ്പോൾ അതിലകപ്പെടാതിരിക്കാൻ നന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഏറെ ശ്രദ്ധിക്കണം. അൽ ഇബാദത്തു ഫിൽ ഹർജ് കൽ ഹിജ്റതി ഇലയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഫിത്നകൾ നടക്കുന്ന കാലത്ത് ഇബാദത്ത് നിർവഹിക്കുക എന്നത് അത് എന്നിലേക്ക് പലായനം ചെയ്തു വരുന്നത് പോലെയാണ്. റസൂലുള്ളാഹി ഫിത്നയുടെ കാലത്ത് നടക്കുന്ന ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അക്കാലത്ത് പലായനം ചെയ്താൽ കിട്ടുന്ന നേട്ടമാണ്. പലായനം ചെയ്യുക വഴി കിട്ടുന്ന നേട്ടം വിശദമായി തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം, ഒരാൾ മുസ്ലിമായാൽ, ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം നടത്തിയാൽ അവന്റെ സകലമാന പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നേട്ടം കരഗതമാക്കാൻ, ആ ഒരു നേട്ടം കരസ്ഥമാക്കുവാൻ ഇക്കാലഘട്ടത്തിൽ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ ഫിത്നയുടെ കാലഘട്ടത്തിൽ നന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ ഹിജ്റക്ക് സമാനമായ പ്രതിഫലമാണ് ലഭ്യമാകുക എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഇബാദത്തുകൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടെയാണിത്. അഥവാ ശഅബാൻ, രണ്ടാമതൊരു കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശഅബാൻ മാസത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ച ഏറെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമായി, ഇബാദത്തുകൾ കാര്യമായി നിർവഹിക്കേണ്ടുന്ന ഒരു മാസമായി ശഅബാനിനെ കാണണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം ശഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര മാസങ്ങളിൽ നിർവഹിച്ചിരുന്നതിനേക്കാൾ ഇബാദത്ത് ശഅബാനിൽ നിർവഹിച്ചിരുന്നു. ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമനുഷ്ഠിച്ചിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു നബിയോട് ഒരിക്കൽ ചോദിക്കുക തന്നെ ചെയ്തു, അല്ലാഹുവിന്റെ റസൂലേ, ഇതര മാസങ്ങളിൽ നിങ്ങൾ നോമനുഷ്ഠിക്കുന്നതിനേക്കാൾ ശഅബാനിലാണല്ലോ നിങ്ങൾ കൂടുതലായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത്, എന്താണ് അതിന്റെ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് ജനങ്ങൾ ഏറെ അശ്രദ്ധയിൽ കഴിയുന്ന മാസമാണ്. ജനങ്ങൾ തീരെ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ഒരു മാസമാണ്. അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
അത് നമ്മൾ ശ്രദ്ധിച്ചാലും അറിയാം. ജനങ്ങൾ റമദാൻ വരുമ്പോൾ സജീവമാകും. റമദാന്റെ തൊട്ടു മുമ്പുള്ള ഈ മാസത്തിൽ അത്ര സജീവത ഉണ്ടാവില്ല. അത് റസൂലുള്ള പറഞ്ഞതാണ്, വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഏറെ അശ്രദ്ധയിൽ കഴിയുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പ്രത്യേകമായി നോമനുഷ്ഠിക്കുന്നത്. എന്നിട്ട് റസൂലുള്ള തന്നെ അതിന്റെ വിശദീകരണം പറഞ്ഞു. മനുഷ്യരുടെ ഇബാദത്തുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടെയാണ് ശഅബാൻ. മനുഷ്യന്റെ കർമ്മങ്ങൾ പല സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാറുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കൾ വ്യാഴം ദിനങ്ങളിൽ അല്ലാഹു തആലയുടെ അടുക്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തുന്നു. അതുപോലെ ശഅബാനിൽ നമ്മുടെ ഒരു വർഷത്തെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വേളയിൽ ഞാൻ നോമ്പുകാരനായിരിക്കണം. നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഏറെ കഴിയുമെങ്കിൽ ഏറെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ. റസൂലുള്ളാഹി ശഅബാനിൽ മിക്ക ദിവസവും, പൂർണ്ണമായല്ല മിക്ക ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റുമൊക്കെ ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ആളുകൾ ഇത്തരം മാസങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആ മാസങ്ങളിൽ പോലും അള്ളാഹുവിൽ നിന്ന് അകലാ നിമിത്തമാകുന്ന ബിദ്അത്തുകളിലാണ് വ്യാപൃതരാകാറ്. ശഅബാനിൽ ഞാൻ പറഞ്ഞു, അതിനൊട്ടുമിക്ക ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക. എന്നാൽ ആളുകൾ പൊതുവെ ചെയ്യാറുള്ളത് ശഅബാൻ 15 മാത്രം ഒരു നോമ്പ്. അങ്ങനെ ഒരു നോമ്പില്ല. ശഅബാനിൽ ഏറെക്കുറെ എല്ലാ ദിവസവും നബി നോമ്പനുഷ്ഠിച്ചിരുന്നു. ശഅബാനിൽ 15 മാത്രം ഒരു നോമ്പ്, 14 ഇല്ല, 16 ഇല്ല, വെറും 15 മാത്രം ഒരു നോമ്പ്. അങ്ങനെ ഒരു നോമ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന കാര്യം റമദാനിൽ ഈ ശഅബാനിൽ മൊത്തമാണ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും എന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റുക. അതിനാളുകൾ ശഅബാനിന് ആളുകൾ അല്ലാഹു തആല കൽപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത പല ഫളായിലുകളും പറയാറുമുണ്ട്. ശഅബാൻ 14 രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് കൽബ് ഗോത്രത്തിലെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന് സമാനമായ വിധം അല്ലാഹു തആല സൃഷ്ടികൾക്ക് മഗ്ഫിറത്ത് നൽകുകയും ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആളുകൾ കെട്ടിച്ചമച്ചു പറയാറുണ്ട്. ആകാശത്തേക്ക് അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരും എന്ന് മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് വേറെയുണ്ട്. അത് ശഅബാനിൽ മാത്രമല്ല, അത് എല്ലാ രാവിലും ഉണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇ ദുനിയ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അവസാനത്തെ 1/3 അല്ലാഹു തആല അവന്റെ ജലാനത്തിലോട് യോജിച്ച വിധത്തിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തവാത്തിറായ ഹദീസുകൾ നമുക്ക് കാണാം. അത് പറയുമ്പോൾ ആളുകൾ പരിഹസിക്കും. അല്ലാഹു ഇറങ്ങുക, പിന്നെ എപ്പോഴാ കയറിപ്പോവുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കും. ഇതേ ആളുകൾ തന്നെ ശഅബാൻ 15 അല്ലാഹു ഇറങ്ങി വരും എന്ന് പറയുകയും ചെയ്യും. സ്ഥിരപ്പെടാത്ത ഹദീസുകൾ വെച്ച് അത് ശഅബാൻ 15 മാത്രം പരിമിതപ്പെടുത്തും. എന്നാൽ മുത്തവാത്തിറായ നിലക്ക് സ്ഥിരപ്പെട്ട ഹദീസുകൾ പറയുന്നവരെ വഴിതെറ്റിയവരായും വഴിപിഴപ്പിക്കുന്നവരായും ചിത്രീകരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം ഇവിടെ നടക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബി പറയാത്തതായ, നബിയുടെ പേരിൽ ആളുകൾ അതിനുവേണ്ടി ഹദീസുകൾ കെട്ടിച്ചമച്ചു പറയുകയും ചെയ്യും. അതേപോലെ അള്ളാഹുവിൽ നിന്ന് അകലാ നിമിത്തമാകുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സുന്നത്ത് നമസ്കാരം ആളുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്.
മഹാനായ ഇമാം നവവി റഹിമഹുല്ല ശഅബാൻ നിർവഹിക്കപ്പെടുന്ന ഈ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ബിദ്അത്തുൻ ഖബീഹ മുൻകറ എന്നാണ്. അത് ബിദ്അത്താണ്, വളരെ മോശപ്പെട്ട ബിദ്അത്താണ് അത് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നമസ്കാരം വഴി അവൻ അല്ലാഹുവിലേക്ക് അടുക്കുകയല്ല, അത്തരം ബിദ്അത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കുക വഴി അല്ലാഹുവിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. ബിദ്അത്തിന്റെ നമസ്കാരം, ബിദ്അത്തിന്റെ നോമ്പ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു പോകും. ബിദ്അത്തിന്റെ ഒരു റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിൽ നിന്ന് അടുക്കും. അത് 2 റക്അത്ത് നമസ്കരിച്ചാൽ വീണ്ടും അല്ലാഹുവിൽ നിന്ന് അകലും. ബിദ്അത്തിന്റെ നമസ്കാരത്തിന്റെ എണ്ണം എത്ര കണ്ട് കൂടുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിനോടുള്ള നമ്മുടെ ബന്ധം അകന്നകന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ശഅബാനിൽ പ്രത്യേകമായ ആളുകൾ നമസ്കരിക്കുന്ന ഈ നമസ്കാരം അത് ഉടലെടുത്തത് തന്നെ ഹിജ്റ 448-ലാണ്. ഹിജ്റ 448-ന് മുമ്പ് മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനൊരു നമസ്കാരം പരിചിതമല്ല. 400 അഥവാ ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു നമസ്കാരം ഉടലെടുക്കുന്നത് തന്നെ. ഇബ്നുൽ ഹംറാഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ഇങ്ങനെ നമസ്കാരം കൊണ്ടുവരുന്നത്. ഹിജ്റ 448 എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10,000-കണക്കിന് വരുന്ന സഹാബികൾക്ക് പരിചയമില്ലാത്ത നമസ്കാരം. ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും ജീവിച്ച് അവരുടെയൊക്കെ നിര്യാണത്തിന് ശേഷം അറിയപ്പെട്ട 4 മദ്ഹബുകളുടെ ഇമാമുകൾക്ക് പരിചയമില്ലാത്ത നമസ്കാരം, താബിഉകൾക്ക് പരിചയമില്ലാത്ത നമസ്കാരം, അഇമ്മത്തുൽ അർബഅക്ക് പരിചയമില്ലാത്ത നമസ്കാരം. ആ ഒരു നമസ്കാരമാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. അത് നിർവഹിക്കുക വഴി പല അപകടങ്ങളും അതിലുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചകനായി ചിത്രീകരിക്കുക എന്നൊരു അപകടം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഒരാൾ ദീനിൽ ഒരു കാര്യം പുണ്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ധരിച്ച് അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്തൊരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ ദീനിൽ ചെയ്താൽ അതിനർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിൽ വഞ്ചന കാണിച്ചു എന്നാണ്. നബിയെ ഒരു വഞ്ചകനായി ചിത്രീകരിക്കുകയാണ് അതിന്റെ അനന്തര ഫലം എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം നമസ്കാരങ്ങൾ വഴി അവൻ അല്ലാഹുവിൽ നിന്ന് അകലുകയാണ് ചെയ്യുക എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സുന്നത്തിനോട് പ്രതിബദ്ധതയുള്ള, സുന്നത്തിനോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഭരണാധികാരികൾ ഈ സുന്നത്തിനെ അവരുടെ അധികാര പരിധിയിൽപ്പെട്ട ഭരണപ്രദേശങ്ങളിൽ നിന്ന് ഈ നമസ്കാരത്തെ ഇല്ലാതെയാക്കിയ സുന്നത്തിനോട് മഹബത്തുള്ള ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ ഒരു ഭരണാധികാരി സുൽത്താനുൽ കാമിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അവിടെ ഈജിപ്തിൽ ഇത്തരം നമസ്കാരം നിർവഹിക്കുന്നത് അദ്ദേഹം വിലക്കിയിട്ടുണ്ട്. കാരണം അത് ശരീഅത്തിന് എതിരാണ്, ദീനിനെതിരാണ്. ദീനിനെതിരായ ഒരു കാര്യം അതിനെ തന്റെ അധികാരം വെച്ച് അദ്ദേഹം അല്ലാഹ് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ ബിദ്അത്തിനെ നിർമാർജനം ചെയ്യാൻ അദ്ദേഹം ഒരുങ്ങി. ആ പ്രവർത്തനം പ്രശംസനീയമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. അതാണ് സുന്നത്തിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് നമ്മളും ചെയ്യേണ്ടത്, നമ്മൾ ഇത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ ഇതിന്റെ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശഅബാനിൽ ചെയ്തിരുന്നത് പോലെ ഒട്ടുമിക്ക ദിവസവും നോമനുഷ്ഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇല്ലാത്തതൊക്കെ ഒഴിവാക്കുക, ബിദ്അത്തുകളൊക്കെ വകഞ്ഞു മാറ്റുക. ബിദ്അത്തുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ തകർക്കുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന ഇത്തിക്കണ്ണികളാണ്. ഇത്തിക്കണ്ണി ഒരു മരത്തിൽ പടർന്നു പിടിച്ചാൽ മരം ഇല്ലാതെയാകും, ആ മരം തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ വകഞ്ഞു മാറ്റി ശരിയായ ദീനിന്റെ ചിത്രം, അതിന്റെ വ്യക്തമായ അതിന്റെ ചിത്രം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ്
ദീനിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ചെയ്യേണ്ടത്. മറ്റൊരു അപകടം, ശഅബാൻ 15 മാത്രമായി പ്രത്യേകതയുണ്ട്. ഇതര ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതകളുണ്ടെന്ന ആളുകൾ പറയുന്നത് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചാണ് ഞാനിത് പറയുന്നത്. ശഅബാൻ പിറവിയോടുകൂടെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ റസൂലുള്ളാഹിയുടെ പേരിലുള്ള കള്ള ഹദീസുകളും ആയത്തുകൾക്ക് നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളും ധാരാളമായി പരന്നൊഴുകും. നമ്മളും അറിയാതെ ഒരുപക്ഷെ അത് ഫോർവേഡ് ചെയ്യും. നമ്മളിൽ നിന്നും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ആളിലേക്ക് പരന്നാൽ അതിന്റെ ആ പാപത്തിന്റെ ഒരു പങ്ക് നമുക്കുമുണ്ടാകും. അതുകൊണ്ടാണ് വളരെ കരുതലോടുകൂടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. ശഅബാൻ 15 പ്രത്യേകതയായി ആളുകൾ പ്രചരിപ്പിക്കാറുള്ള സൂറത്ത് ദുഹാനിലെ ഒരു വചനമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാവിൽ നാം അതിനെ ഇറക്കി എന്ന് പറയുന്ന ഈ വചനം അത് ശഅബാൻ 15 ആണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പക്ഷേ ഈ വ്യാഖ്യാനം അങ്ങേയറ്റം വിദൂരമായ ഹക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹക്കിൽ നിന്ന് എത്രയോ ദൂരെ നിൽക്കുന്ന വ്യാഖ്യാനമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നാം അതിനെ അനുഗ്രഹീതമായ നാളിൽ ഇറക്കി എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത് ലൈലത്തുൽ ഖദറാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിനെ കുറിച്ചാണ് പറയുന്നത്. റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണാരംഭം എന്നാണ് അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനെ ആളുകൾ ശഅബാൻ 15 മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അക്കാര്യം ശഅബാൻ 15 എന്ന് പറയുന്ന വ്യാഖ്യാനം അത് വളരെ വിദൂരമായ വ്യാഖ്യാനമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഞാൻ ഖുതുബയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഫിത്നകൾ തഴച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറ അവർ സഞ്ചരിക്കുന്ന വഴി വളരെ അപകടം നിറഞ്ഞതാണ്. കൃത്യമായ ധാർമ്മികമായ ബോധവും കൃത്യമായ അവബോധവും അവർക്ക് നൽകിയില്ല എങ്കിൽ അവരുടെയും ഭാവി ജീവിതം ഏറെ അപകടത്തിലാകുകയും കുറ്റവാളികളുടെയും കുറ്റകൃത്യങ്ങൾ നിർവഹിക്കുന്നവരുടെയും ലിസ്റ്റിൽ അവരും അകപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് പുതുതലമുറയെ അവരുടെ ചുറ്റുപാടറിഞ്ഞ് അവർക്ക് ബോധം നൽകുക എന്നത് മുതിർന്നവരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ബാധ്യതയാണ്. ഒരു കുഞ്ഞിന് ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിൽ പരിമിതപ്പെടുന്നതല്ല ഒരു രക്ഷിതാവിന്റെ ബാധ്യത. അവന് വസ്ത്രം, വാഹനം, താമസ സൗകര്യം, പഠനോപകരണങ്ങൾ ഇതെല്ലാം നൽകുന്നതോടുകൂടെ ഒരു രക്ഷിതാവിന്റെ ബാധ്യത അസ്തമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അവന് വേണ്ടുന്ന ആത്മീയമായ ബോധവും ചിന്തയും അവന് നൽകൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്,
നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ആയത്തും ഹദീസുകളും ഉദ്ധരിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മക്കളോട് നിങ്ങൾ എന്തുകൊണ്ട് വഴിപിഴച്ചു പോയി എന്ന് ചോദിക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കളോടാണ് ചോദിക്കുക. ആദ്യ രക്ഷിതാക്കളെയാണ് അല്ലാഹു തആല ചോദ്യം ചെയ്യുക. നിന്റെ മക്കൾ ഇങ്ങനെ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്ത് എന്ന ആദ്യത്തെ ചോദ്യം രക്ഷിതാക്കളോടാണ്. അത് കഴിഞ്ഞിട്ടേ മക്കളോട് ചോദ്യം ചെയ്യൂ. മക്കളെ അല്ലാഹു തആല ചോദ്യം ചെയ്യുകയുള്ളൂ എന്ന് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നമ്മേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം തന്റെ മകന് നൽകുന്ന സാരോപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്ത് ലുഖ്മാൻ പരിചിതമാണ് നമുക്ക്. അതിന്റെ ഒരു പേജ് മുഴുവനും ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന, മനസ്സിൽ തട്ടി നൽകുന്ന ഉപദേശങ്ങളാണ്. മോനെ, നീ ശിർക്ക് ചെയ്യരുത് എന്ന് മുതൽക്ക് നമസ്കരിക്കണം, പരലോക ബോധം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം, നീ എങ്ങനെ ഭൂമിയിൽ നടക്കണം, നിന്റെ നടത്തം പോലും എങ്ങനെയാകണം, നിന്റെ സംസാരം എങ്ങനെയാകണം എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും തൗഹീദ് പറഞ്ഞു, പരലോകത്തെ കുറിച്ച് പറഞ്ഞു. യാ ബുനയ്യ ഇന്നക ഇൻദകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ പൊന്നുമോനെ, നീ ഒരു തെറ്റ് ചെയ്തു, അതീവ രഹസ്യമായി നീ ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ഒരു പാറക്കുള്ളിലായി, അല്ലെങ്കിൽ ഏഴാകാശങ്ങളിൽ എവിടെയോ, അല്ലെങ്കിൽ ഭൂമിക്കിടയിൽ എവിടെയോ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായി നീ ചെയ്യുന്ന ഏത് നിസ്സാരമായ ഒരു പാപമാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരും. കാരണം നിന്റെ ഒരു കാര്യവും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. റബ്ബിന്റെ മുമ്പിൽ ഒരു കാര്യവും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അവൻ എല്ലാ നിഗൂഢമായ കാര്യങ്ങളും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരു മകന് വാപ്പ നൽകുന്ന ബോധമാണ്, ഉത്ബോധനമാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഈ വിധത്തിലുള്ള ബോധം നമ്മുടെ മക്കൾക്ക് നൽകിയില്ല എങ്കിൽ മക്കളെ കൊണ്ടുള്ള പരീക്ഷണം രണ്ട് ലോകത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷേ അവർക്ക് ധാർമ്മികമായ ബോധം നൽകുവാനുള്ള വൈജ്ഞാനികമായ കഴിവ് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് ഇല്ല എന്നത് അവർക്കിത് നൽകാനുള്ള, കിട്ടാതെ പോകാനുള്ള തടസ്സമല്ല. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട്. അതുമായി അവരെ ബന്ധപ്പെടുത്തുവാനുള്ള ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുമായി ബന്ധപ്പെടുന്ന മക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ബോധം നൽകുവാൻ ആവശ്യമായ ഉതകുന്ന യഥേഷ്ടം ദീനി സംരംഭങ്ങളും പരിപാടികളുമുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്തെ മംഗലാപുരത്തുള്ള ചില സഹോദരങ്ങൾ, അവിടെയുള്ള പ്രത്യേക പ്രായത്തിലുള്ള ടീനേജ് പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക് ധാർമ്മിക ബോധം നൽകുവാൻ ഉതകുന്ന നല്ല ഒരു സംരംഭം ഈ വരുന്ന ഞായറാഴ്ച അവിടെ നടത്തുകയാണ്. അപ്പൊ അവർക്കുള്ള എല്ലാവിധ സപ്പോർട്ട്, സഹായം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുവഴി നമുക്ക് ആ ധർമ്മം നൽകുക വഴി അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾക്കും അല്ലാഹു തആല സന്മാർഗം, നേർമാർഗം നൽകാൻ അത് നിമിത്തമാകും. മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ദാനധർമ്മങ്ങൾ മക്കളുടെ ധാർമ്മികതയിൽ സ്വാധീനിക്കുമെന്ന പാഠം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറ അൽ കഹ്ഫിന്റെ ചില ഭാഗങ്ങളിൽ ഇത് നമുക്ക് കാണാം. മക്കള് നന്നാകാനുള്ള ഒരു കാരണം മാതാപിതാക്കളുടെ സുഹൃതങ്ങളായി മാറിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ നമ്മുടെ മക്കളുടെ നല്ല വളർച്ചയ്ക്ക് നിമിത്തമാകും. അതുകൊണ്ട് അത് ആലോചിച്ച്, ആ വിധത്തിൽ ചിന്തിച്ച്, നമ്മുടെ സഹായം ആവശ്യപ്പെട്ട് ഇവിടെ വന്ന സഹോദരങ്ങളെ കാര്യമായി നിങ്ങൾ സഹായിക്കണമെന്ന് വിഷയം വളരെ ഗൗരവപ്പെട്ടതായത് കൊണ്ടാണ് ഇവിടെ വെച്ച് പറയുന്നത്. അത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.